കർണാടക മുഖ്യമന്ത്രി തർക്കത്തിൽ കോൺഗ്രസിൽ ധാരണയായെന്ന് സൂചന. ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായേക്കും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ രാജ്യസഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്. സിദ്ധരാമയ്യ വരും ദിവസങ്ങളിൽ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തള്ളിയായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. Today entire discussion is only concentrated on coming Rajya Sabha elections and council elections of Karnataka. Whatever speculation you people are doing, that is only speculation, no reality at all. Today we discussed about the Rajya Sabha seats and the council seats of Karnataka. മാധ്യമങ്ങൾ നൽകുന്നതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രം എന്നാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ 3 സീറ്റുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിക്കേണ്ടതുണ്ട്. സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് പോകുമ്പോൾ D.K. ശിവകുമാർ സംസ്ഥാന മുഖ്യമന്ത്രിയാകും, കർണാടക മുഖ്യമന്ത്രിയാകും എന്ന സൂചനയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ. D.K. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സിദ്ധരാമയ്യയാകട്ടെ ഇപ്പോഴും ആ നിർദ്ദേശത്തോട് പൂർണ്ണമായും യോജിക്കാൻ തയ്യാറായിട്ടില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് AICC വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നിലവിലെ ഒരു ധാരണ പ്രകാരം വ്യാഴാഴ്ച സിദ്ധരാമയ്യ രാജി സമർപ്പിക്കും എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇന്ന് മണിക്കൂറുകൾ നീണ്ടൊരു മാരത്തൺ ചർച്ചയാണ് AICC ആസ്ഥാനത്ത് നടന്നിരുന്നത്. ആ ചർച്ചയിൽ തന്നെ D.K. ശിവകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊടുക്കുമെന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് സിദ്ധരാമയ്യക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പകരം ഫോർമുല എന്ന തരത്തിൽ ഡൽഹിയിൽ ഒരു ഉന്നത പദവി, ഒപ്പം തന്നെ ഒരു രാജ്യസഭാ സീറ്റ് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഓഫർ. അത് പൂർണ്ണമായിട്ടും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു ദേഷ്യത്തോടെയാണ് അദ്ദേഹം AICCയിൽ ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം സിദ്ധരാമയ്യ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ തുടരുന്നുണ്ട്. നാളെ വീണ്ടും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സിദ്ധരാമയ്യയെ കണ്ട് സംസാരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വ്യാഴാഴ്ച തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. ദിലീപ് കുമാർ, കർണാടകയിൽ മുഖ്യമന്ത്രിയായി D.K. ശിവകുമാർ വന്നേക്കും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ധാരണയായിട്ടുള്ളത്. സിദ്ധരാമയ്യ പക്ഷേ ഈ നിർദ്ദേശത്തോട് പൂർണ്ണമായും യോജിച്ചിട്ടുമില്ല. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.